بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد അക്ഷരങ്ങൾക്ക് നൽകപ്പെടുന്നതായ തഫ്ഖീം, തർക്കീഖ് എന്നീ പ്രധാനപ്പെട്ട രണ്ട് അറദിയത്ത സിഫത്തുകൾ, രണ്ട് സ്വരവിശേഷണങ്ങൾ. ഇതിൽ വളരെ പ്രധാനമാണ് റാഇന് നൽകപ്പെടേണ്ടതായ തഫ്ഖീമും തർക്കീഖും. റാ തടിപ്പിച്ചുകൊണ്ട് പറയുക, പെരുപ്പിച്ച് പറയുക, ഇതാണ് തഫ്ഖീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റോ എന്ന് തഫ്ഖീമോടുകൂടി ഉച്ചരിക്കും. എന്നാൽ മലയാളത്തിലെ രായുടെ ശബ്ദം നൽകി ഉച്ചരിക്കുക, അതാണ് തർക്കീഖ്. നമ്മൾ ഇതിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. റാഇന് തഫ്ഖീമും തർക്കീഖും കൊടുക്കുന്നത്. റാഇന് വഖഫിൽ മാത്രം സുക്കൂൻ വരുന്നതും വസ്ലിൽ ഹറക്കത്തുള്ളതുമായ അവസ്ഥയിൽ നൽകേണ്ട തഫ്ഖീമും തർക്കീഖുമാണ് അവസാനമായി നാം സൂചിപ്പിച്ചത്. അതിൽ തർക്കീഖ് ചെയ്തുച്ചരിക്കേണ്ട സന്ദർഭങ്ങൾ, അതായത് സുക്കൂനോടുകൂടി വഖഫ് ചെയ്യുന്നു, എന്നാൽ ചേർത്ത് ഓതുമ്പോൾ ആ റാഇന് ഹറക്കത്താണ് ഉണ്ടാവുക. വൽ ഖൈറ, ഖൈർ എന്നവിടെ വഖഫ് ചെയ്യുന്നു. ലാ ളൈറ, ലാ ളൈർ എന്ന് തർക്കീഖ് ചെയ്തുകൊണ്ട് വഖഫ് ചെയ്യുന്നു. ഇതിൻ്റെ ഭാഗങ്ങൾ നമ്മൾ പൂർണ്ണമായും അവസാനിപ്പിച്ചതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്. ഇനി ശേഷിക്കുന്നത് ഇതേ റാഇന് തന്നെ തഫ്ഖീം നൽകേണ്ടതുണ്ട്. ഉദ്ദേശിക്കുന്നത് അർറാഉ സാകിനതു ഫിൽ വഖഫി വൽ മുതഹർരികതു ഫിൽ വസ്ലി. വഖഫിൽ സാകിനത്തും വസ്ലിൽ ചേർത്ത് വായനയിൽ ഹറക്കത്തുള്ളതുമായ റാഅ്, ഇതിന് തഫ്ഖീം ചെയ്ത് തടിപ്പിച്ചോതേണ്ട രംഗങ്ങൾ എപ്പോഴാണ്? അതിൻ്റെ നിബന്ധനകൾ എന്താണ്? തുഫഖമു റാഉൽ മുതതർരിഫ, അന്ത്യാക്ഷരമായി വരുന്ന റാഅ് തഫ്ഖീം ചെയ്യപ്പെടും. അസ്സാകിനതു ഫിൽ വഖഫ് അൽ മുതഹർരികതു ഫിൽ വസ്ൽ. വിരാമത്തിൽ വഖഫിൽ സുക്കൂനുള്ളതും എന്നാൽ ചേർത്ത് വായനയിൽ ഹറക്കത്തുള്ളതുമായതായ റാഅ് ബിസലാസതി ശുറൂത്ത്, മൂന്ന് നിബന്ധനകളോടുകൂടി. ഈ ഷുറൂത്തിൻ്റെ അവസ്ഥ എന്താണ്? മുത്തഫഖിൻ അലൈഹ ബൈന ഉമൂമിൽ ഖുറാ, എല്ലാ ഖാരികൾക്കുമിടയിൽ അംഗീകരിക്കപ്പെടുന്ന, ഇത്തിഫാഖുള്ള, ഏകാഭിപ്രായമുള്ളതായ മൂന്ന് ഷർത്തുകൾ. ആർക്കും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല, വ്യത്യസ്ത വീക്ഷണങ്ങളില്ല എന്നർത്ഥം, ഒരേ വീക്ഷണം മാത്രം. അങ്ങനെയുള്ള മൂന്ന് നിബന്ധനകളോടെ റാഇന് തഫ്ഖീം കൊടുക്കണം. ഒന്നാമത്തെ നിബന്ധന എന്താണ്? അൻ യസ്ബിഖ അർറാഅ ഫത്ഹത്തുൻ ഔ ളമ്മ, റാഇന് തൊട്ട് മുമ്പിൽ ഫത്ഹോ ളമ്മ ഉണ്ടാവണം. ഇത് നമ്മൾ പറയുന്നത് സാധാരണ അസ്ലിയായ സ്ഥിരപ്പെട്ട സുക്കൂനുള്ള റാഇനെ കുറിച്ചല്ല, വഖഫിൽ മാത്രം സുക്കൂനുള്ള റാഇനെ കുറിച്ച്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഉദാഹരണമായി അൽ ഖമറു, അൽ ഖമറു എന്ന് പറയുക. ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമറു വഇൻ യറൗ ആയതൻ യുഅ്രിദു, അല്ലേ? അവിടെ വൻശഖൽ ഖമർ എന്ന് വഖഫ് ചെയ്യുമ്പോഴും ആ റാഇന് എന്താണ്? തഫ്ഖീം തന്നെയാണ്. കാരണം റാഇൻ സുക്കൂൻ നൽകിക്കൊണ്ട് വഖഫ് ചെയ്യുന്നു, തൊട്ട് മുമ്പിൽ ഫത്ഹുണ്ട്. അതുപോലെ വന്നുദുറു വഖഫ് ചെയ്യുമ്പോൾ വന്നുദുർ എന്ന് വഖഫ് ചെയ്യേണ്ടതാണ്. അതുപോലെ അൽ ഖദ്രി കസ്റുണ്ട്, പക്ഷേ ഇവിടെ
അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൂചിപ്പിച്ചത് റായിന് ഫത്ഹോ ദമ്മോ ഹറക്കത്ത് തൊട്ട് മുമ്പിൽ ഉണ്ടാവുക, എന്നിട്ട് ശേഷമുള്ള റായിൽ വഖഫ് ചെയ്യുക സുക്കൂനോടുകൂടി. എന്നാൽ ഈ ഫത്ഹ ദമ്മുകൾക്കിടയിൽ സുക്കൂൻ വന്നാലും ഇതേ ഹുക്മ് തന്നെയാണെന്നർത്ഥം. അതും കൂടി ഇതിൻ്റെ അനുബന്ധമായി അറിയണം. റായിൽ വഖഫ് ചെയ്യുന്നു, സവാഅൻ തഖല്ലല ബൈനൽ ഫത്ഹതി വദ്ദമ്മതി സാകിൻ. റായിന് സുക്കൂനോടുകൂടി വഖഫ് ചെയ്യുന്നു, ആ റായിൻ്റെ തൊട്ട് മുമ്പിൽ ഫത്ഹോ ദമ്മ ഉണ്ടായിരിക്കുക. ഇതൊന്നാമത്തെ നിബന്ധന. അതോടനുബന്ധമായി അറിയേണ്ട കാര്യം, ഈ ഫത്ഹ ദമ്മ് എന്ന തൊട്ടു മുമ്പിലുള്ള അക്ഷരത്തിന് ഇടയിലായി, റായിൻ്റെയും ഇടയിലായി ഒരു സാക്കിൻ കയറി വന്നാലും ഹുക്മ് ഒന്ന് തന്നെയാണ്. അതാണ് ഉദാഹരണം വൽ ഖദർ, അല്ലേ? ഫീ ലൈലത്തിൽ ഖദർ, ഖദരി എന്ന റായിന് കസ്റുണ്ട്. കസ്റ് നോക്കണ്ട, വഖഫാണ് നമ്മൾ പരിഗണിക്കുന്നത്. വഖഫിൽ അതിന് സുക്കൂനാണ്. പക്ഷേ റായിൻ്റെ തൊട്ട് മുമ്പിൽ ഫത്ഹുള്ള അക്ഷരത്തിൻ്റെ ഇടക്കായി ഒരു സാക്കിൻ കൂടിയുണ്ട്. അത് പ്രശ്നമല്ല, അതിന് മുമ്പിൽ ഫത്ഹ ഉണ്ടാച്ചാൽ മതി. സാക്കിനായ അക്ഷരം റായിന് മുമ്പിൽ ഉണ്ടെങ്കിലും അതിനു മുമ്പിലുള്ള അക്ഷരത്തിന് ഫത്ഹോ ദമ്മോ ഉണ്ടാവണം എന്നതാണ് നിബന്ധന. അപ്പോൾ അൽ ഖദർ വൽ യുസ്ർ, യുസ്ർ, അല്ലേ? യുരീദുല്ലാഹു ബികുമുൽ യുസ്ര വലാ യുരീദു ബികുമുൽ ഉസ്ർ. അൽ ഉസ്ർ, അൽ യുസ്ർ, ഈ റാകളൊക്കെയും തഫ്ഖീമാണ്. റായിന് സുക്കൂൻ വരുന്നു വഖഫിൽ. റായിന് തൊട്ട് മുമ്പിലുള്ള ദമ്മുള്ള അക്ഷരത്തിൻ്റെ ഇടക്കായി ഒരു സാക്കിനുണ്ട്, എന്നാലും അതിനു മുമ്പ് സാക്കിനിന് മുമ്പുള്ള അക്ഷരത്തിന് ദമ്മാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ കാര്യമാണ്, സാക്കിനിന് മുമ്പുള്ളതിന് കസ്റാണെങ്കിൽ തർക്കീഖാണെന്നർത്ഥം. ഏതുപോലെ ഹിജിർ, ഹിജിർ പോലെ, സിഹിർ പോലെ, അവിടെ റായിനെ നേർപ്പിക്കുകയാണ് വേണ്ടത്. കാരണം എന്താ? റായിൻ്റെ തൊട്ട് മുമ്പിൽ സാക്കിനുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിന് മുമ്പുള്ള അക്ഷരത്തിന് കസ്റാണെന്നർത്ഥം. രണ്ടാമത്തെ നിബന്ധന അൻ യസ്ബിഖ റാ അലിഫുൽ മദ്, ദീർഘാക്ഷരം റായിന് തൊട്ട് മുമ്പിൽ വരിക എന്നതാണ്. ബിശർത്തി നസ്ബി റാഇൽ മുതതർരിഫ. ഇത് നമ്മളെ റിവായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രശ്നമല്ല. റായിന് നസ്ബുണ്ടാവണം, ഫത്ഹയോട് കൂടിയായിരിക്കണം എന്നത്. അതായത് ഇന്നൽ അബ്റാറ, ആ റായിൽ വഖഫ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക? തഫ്ഖീമാണ്, അബ്റാർ. എന്നാൽ ഇന്ന കിതാബൽ അബ്റാരി എന്നുള്ളതിൽ വഖഫ് ചെയ്യുമ്പോൾ പല ഖാരികൾക്കും തർക്കീഖാണ്, അബ്രേർ എന്നവർ തർക്കീഖ് ചെയ്യും. അത് നമുക്ക് പ്രശ്നമല്ല. ഹഫ്സിൻ്റെ റിവായത്തിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. എന്ന് മാത്രമല്ല, ഖിറാഅത്ത് ആസിമിൽ തന്നെ, ആസിമിൻ്റെ ഖിറാഅത്തിൽ ശുഅബയാണെങ്കിലും അതൊരു വിഷയമല്ല, നമ്മൾ പരിഗണിക്കേണ്ടതില്ല. ചുരുക്കി പറഞ്ഞാൽ റാഇൻ്റെ തൊട്ട് മുമ്പിൽ അലിഫുൽ മദ്, ദീർഘാക്ഷരമായ അലിഫുണ്ടെങ്കിൽ അവിടെ തഫ്ഖീം തന്നെ റായിൽ വഖഫ് ചെയ്യുമ്പോൾ. ജാഹിദിൽ കുഫാർ, ഉഖബദ്ദാർ, അല്ലേ? സുബ്ഹാനഹു ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹ്ഹാർ. ഈ റായിന് നസ്ബോ റഫ്അോ എന്തായിരുന്നാലും, ഇനി അതല്ല ജറ് തന്നെ ആയിരുന്നാലും, നമ്മളെ റിവായത്തിൽ റായിന് തഫ്ഖീമാണ്. മൂന്നാമത്തെ നിബന്ധന അൻ യസ്ബിഖ റാഅ വാവുൽ മദ്, ദീർഘാക്ഷരമായ വാവ് റായിന് തൊട്ട് മുമ്പിൽ വരിക എന്നതാണ്. ഗഫൂറുൻ ശകൂർ, ഇവിടെ റായിൽ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ വരുന്നുണ്ട്, പക്ഷേ റായിന് തൊട്ട് മുമ്പിൽ വാവാണ്. വഇലൈഹിൻ നുശൂർ,
ഇറായി തഫ്ഖീം ചെയ്യേണ്ടതാണ്. മൻ ഫിൽ ഖുബൂർ തുടങ്ങിയ ഉദാഹരണങ്ങളൊക്കെ വാവ് വന്നതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇവിടെയൊക്കെ തഫ്ഖീം ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ 3 നിബന്ധനകൾ മനസ്സിലായി. ഒന്ന്, വഖഫ് ചെയ്യുമ്പോൾ റായിന് സുക്കൂൻ വരുന്ന സാക്കിനാകുന്നതായ റായിൻ്റെ തൊട്ട് മുമ്പിൽ ഫത്ഹ ദമ്മ ഉണ്ടാവണം. ഈ ഫത്ഹ ദമ്മകൾക്കിടയിലായി റായിനും ഇടയിലായി സുക്കൂനുള്ള അക്ഷരം വന്നാലും ഇതേ നിയമം തന്നെ. ഉദാഹരണം നാം പറഞ്ഞു. രണ്ടാമത്തേത്, വഖഫ് ചെയ്യപ്പെടുന്ന റായിന് തൊട്ട് മുമ്പിൽ ദീർഘാക്ഷരമായ അലിഫ് ഉണ്ടാകുക. മൂന്നാമത്തേത്, വഖഫ് ചെയ്യപ്പെടുന്ന ഈ സാക്കിനായ റാഹിന് തൊട്ട് മുമ്പിൽ ദീർഘാക്ഷരമായ വാവ് ഉണ്ടാവുക. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ദീർഘാക്ഷരമായ യാ ഉണ്ടാകുമ്പോൾ തഫ്ഖീമല്ല, തർക്കീഖാണ്. അത് കഴിഞ്ഞ സന്ദർഭത്തിൽ അറിഞ്ഞ കാര്യമാണ്. ഇതുപോലെ ഖദീർ, കബീർ പോലെയുള്ള ഉദാഹരണങ്ങൾ. ബാറകല്ലാഹു ഫീക്കും.